ബിൽ ലോക്സഭ പാസാക്കിയതിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോഴുള്ള വഖഫ് നിയമം തട്ടിക്കൂട്ടിയ നിയമമാണ്, ആരോടും കൂടിയാലോചിച്ചിട്ടില്ല. നിയമം JPCക്ക് വിട്ടുകൊടുത്തെങ്കിലും അവിടെയും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ മഞ്ജു വാര്യർക്ക് ബന്ധമില്ലെന്ന് ഒന്നാം പ്രതിയായ പൾസർ സുനി കേസിലേക്ക് മഞ്ജു വാര്യരെയും സംവിധായകൻ ശ്രീകുമാർ മേനോനെയും വലിച്ചിട്ടതാണ്. ശ്രീകുമാർ മേനോനെ താൻ കണ്ടിട്ട് പോലുമില്ലെന്നും പൾസർ സുനി വെളിപ്പെടുത്തി. കൊട്ടേഷൻ തുകയായി 1.5 കോടി രൂപ പ്രതിഫലമായി ദിലീപ് വാഗ്ദാനം ചെയ്തെന്നാണ് പൾസർ സുനി വെളിപ്പെടുത്തിയത്. ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന സംഭവത്തിൽ ചികിത്സാ പിഴവ് സമ്മതിച്ച് ആരോഗ്യവകുപ്പ്. മാതാവിന് ആദ്യം 3 മാസം നൽകിയ പ്രസവ ചികിത്സ തൃപ്തികരമല്ലെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. അപകട സാധ്യത അറിയിക്കുന്നതിൽ 2 ഗൈനക്കോളജിസ്റ്റും പരാജയപ്പെട്ടെന്നും കണ്ടെത്തൽ. കൊച്ചി കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞ സംഭവത്തിൽ ഗായകൻ MG ശ്രീകുമാറിന് 25,000 രൂപ പിഴ. മുളവുകാട് പഞ്ചായത്തിലെ വീട്ടിൽ നിന്നും മാലിന്യപ്പൊതി കായലിലേക്ക് വീഴുന്നത് വിനോദസഞ്ചാരി ഫോണിൽ പകർത്തിയതാണ് വിനയായത്. പഞ്ചായത്ത് അധികൃതരാണ് MG ശ്രീകുമാറിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ആരാണ് മാലിന്യം വലിച്ചെറിയതെന്ന് തിരിച്ചറിയാനായിട്ടില്ല. എമ്പുരാൻ സിനിമയുടെ വ്യാജപ്പതിപ്പ് പിടിച്ചെടുത്ത സ്ഥാപനം പോലീസ് അടച്ചുപൂട്ടി. പാപ്പിനിശ്ശേരിയിലെ തമ്പുരു എന്ന സ്ഥാപനം വളപട്ടണം പോലീസാണ് അടച്ചുപൂട്ടിയത്. റിലീസ് ദിനത്തിൽ തന്നെ ഇവർക്ക് സിനിമയുടെ വ്യാജപ്പതിപ്പ് ലഭിച്ചിരുന്നു. ടൊറന്റ് ആപ്പ് ഉപയോഗിച്ചാണ് ഇവർ വ്യാജപ്പതിപ്പ് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തി. കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി വിപ്ലവഗാനം പാടിയതിൽ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഇത്തരം കാര്യങ്ങൾക്കല്ല ക്ഷേത്ര പരിസരമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. പുറമേ നിന്ന് പണം സ്വീകരിക്കാൻ ക്ഷേത്രോപദേശക സമിതി അനുവദിച്ചുവെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഉത്സവം കൂടാനാണ് ക്ഷേത്രത്തിൽ ഭക്തർ എത്തുന്നതെന്നും ഹൈക്കോടതി വിമർശിച്ചു. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണം സംബന്ധിച്ച കേസിൽ സുഹൃത്തും സഹപ്രവർത്തകനുമായ സുഗാൻ സുരേഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടി. കേസിൽ താൻ നിരപരാധിയാണെന്നും IB ഓഫീസറുടെ മരണത്തിൽ പങ്കില്ലെന്നുമാണ് സുഗാൻ സുരേഷിന്റെ വാദം. താരങ്ങൾക്ക് ലഹരി കൈമാറിയെന്ന കഞ്ചാവ് കേസ് പ്രതി തസ്ലിമ സുൽത്താനയുടെ മൊഴിയിൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക്. നടന്മാരായ ശ്രീനാഥ് ബാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും എക്സൈസ് നോട്ടീസ് നൽകും. ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. വഖഫ് ബിൽ അവതരിപ്പിക്കുമ്പോൾ പാർലമെന്റിൽ ഇല്ലാതിരുന്ന കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധിയെ വിമർശിച്ച് SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ. കോൺഗ്രസ് വിപ്പ് പോലും കാറ്റിൽ പറത്തി സഭയിൽ നിന്നും വിട്ടുനിന്ന പ്രിയങ്ക ഗാന്ധി നിരാശപ്പെടുത്തിയെന്ന് സത്താർ പന്തല്ലൂർ പറഞ്ഞു. CPIM കേന്ദ്ര കമ്മിറ്റി പരാജയമെന്ന് 24ാമത് പാർട്ടി കോൺഗ്രസിൽ വിമർശനം. പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉത്തരേന്ത്യയിൽ എത്തുന്നില്ലെന്നും വിമർശനമുണ്ട്. പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ ഒരുപാടുണ്ടെന്നും എന്നാൽ അത് കേരളത്തിന് പുറത്തറിയുന്നില്ലെന്നും സമ്മേളന പ്രതിനിധികൾ പറഞ്ഞു. രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലായിരുന്നു വിമർശനം. അന്യായമായി ഇറക്കുമതി തീരുവ ഈടാക്കുന്നുവെന്നാരോപിച്ച് പകരച്ചുങ്കം പ്രഖ്യാപിച്ച് US. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പകരച്ചുങ്കം പ്രഖ്യാപിച്ചത്. തീരുവ കാര്യത്തിൽ താൻ ദയാലുവാണെന്ന് ആവർത്തിച്ചാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇന്ത്യക്ക് മേൽ 26% തീരുവ ചുമത്തിയിരിക്കുന്നത്.